പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലേവ്യ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ലേവ്യ പുസ്തകം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: മൂന്നാമത്തെ പുസ്തകം. 27 അധ്യായങ്ങൾ, 859 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ലേവ്യ പുസ്തകം തുടങ്ങുന്നത് ആരുടെ പേരോടു കൂടിയാണ്? ഉത്തരം: യഹോവ. ലേവ്യ 1:1. ക്വസ്റ്റ്യൻ: ലേവ്യ പുസ്തകത്തിൽ കാണുന്ന ഒന്നാമത്തെ യാഗം ഏതാണ്? ഉത്തരം: ഹോമയാഗം. ലേവ്യ 1:3. ക്വസ്റ്റ്യൻ: ഇസ്രായേലിലെ യാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. അധ്യായം 1 മുതൽ 7 അധ്യായം വരെ. ക്വസ്റ്റ്യൻ: ഹോമയാഗ മൃഗത്തെ ഗണ്ണം ഗണ്ണമായി മുറിക്കുന്നതിന് മുമ്പേ എന്തു ചെയ്യണം? ഉത്തരം: തോലുരിക്കണം. ലേവ്യ 1:6. ക്വസ്റ്റ്യൻ: ഹോമയാഗത്തിനായി കൊണ്ടുവന്ന ആടിനെ അറുക്കേണ്ടത് യാഗപീഠത്തിൻ്റെ ഏതു വശത്ത് വെച്ചാണ്? ഉത്തരം: വടക്കുവശത്ത്. ലേവ്യ 1:11. ക്വസ്റ്റ്യൻ: യാഗത്തിന് ഉപയോഗിക്കുന്ന മൃഗങ്ങളും പക്ഷികളും ഏതൊക്കെയാണ്? ഉത്തരം: കാളക്കിടാവ്, ചെമ്മരിയാട്, കോലാട്, കുറുപ്രാവ്, പ്രാവിൻ കുഞ്ഞ്. 1:2, 5, 10, 14 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഭോജനയാഗത്തിന് ആവശ്യമായ വസ്തുക്കൾ എന്തെല്ലാം? ഉത്തരം: നേരിയ മാവ്, എണ്ണ, കുന്തുരുക്കം. ലേവ്യ 2:2. ക്വസ്റ്റ്യൻ: ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ വഴിപാട് എങ്ങനെയുള്ള മാവ് ആയിരിക്കണം? ഉത്തരം: നേരിയ മാവ്. ലേവ്യ 2:1. ക്വസ്റ്റ്യൻ: ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം? ഉത്തരം: ഭോജനയാഗം. 2:1 മുതൽ 3 വരെ വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഏതു യാഗത്തിലാണ് കുന്തിരിക്കം ഉപയോഗിക്കുന്നത്? ഉത്തരം: സൗരഭ്യവാസനയായ ദഹനയാഗത്തിൽ. 2:2. ക്വസ്റ്റ്യൻ: ആരാണ് യാഗം കഴിക്കാനായി നിയോഗിക്കപ്പെട്ട പുരോഹിതൻ? ഉത്തരം: അഹരോനും പുത്രന്മാരും. 2:2. ക്വസ്റ്റ്യൻ: ഭോജനയാഗത്തിനുള്ള ചുട്ട അപ്പങ്ങൾ ഏതെല്ലാം? ഉത്തരം: ദോശ, വട. ലേവ്യ 2:4. ക്വസ്റ്റ്യൻ: ഭോജനയാഗത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? ഉത്തരം: പുളിപ്പ്. ലേവ്യ 2:11. ക്വസ്റ്റ്യൻ: യഹോവയ്ക്ക് ദഹനയാഗമായി എന്തെല്ലാം ദഹിപ്പിക്കാൻ പാടില്ല? ഉത്തരം: പുളിച്ചതും തേൻ ചേർത്തതും. 2:11. ക്വസ്റ്റ്യൻ: ഏതു വഴിപാടായിട്ടാണ് തേൻ സ്വീകരിക്കുന്നത്? ഉത്തരം: ആദ്യഫലങ്ങളുടെ. ലേവ്യ 2:11, 14 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഏതു യാഗത്തിലാണ് ഉപ്പു ചേർക്കേണ്ടത്? ഉത്തരം: ഭോജനയാഗത്തിൽ. 2:13. ക്വസ്റ്റ്യൻ: ആദ്യഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കേണ്ടതെന്ത്? ഉത്തരം: കതിർ ചുട്ട് ഉതിർത്ത മണികൾ. ലേവ്യ 2:14. ക്വസ്റ്റ്യൻ: യാഗമൃഗങ്ങൾ എങ്ങനെ ഉള്ളതായിരിക്കണം? ഉത്തരം: ഊനമില്ലാത്തത്. ലേവ്യ 1:3, 3:1. ക്വസ്റ്റ്യൻ: 3 ദഹനയാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം. ലേവ്യ 1:17, 2:16, 3:5. ക്വസ്റ്റ്യൻ: ഏത് യാഗത്തിലാണ് പെണ്ണാടിനെ അനുവദിച്ചിരിക്കുന്നത്? ഉത്തരം: സമാധാനയാഗത്തിൽ. ലേവ്യ 3:6.
ക്വസ്റ്റ്യൻ: എന്തൊക്കെ തിന്നരുത് എന്നാണ് സകല വാസസ്ഥലങ്ങളിലും തലമുറ തലമുറയായി നൽകപ്പെട്ടിരിക്കുന്ന ചട്ടം? ഉത്തരം: യാഗമൃഗങ്ങളുടെ മേധസ്സും രക്തവും. 3:17. ക്വസ്റ്റ്യൻ: ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അഭിഷിക്തനായ പുരോഹിതൻ അബദ്ധവശാൽ പിഴച്ച് വല്ലതും ചെയ്താൽ എന്തു ചെയ്യണം? ഉത്തരം: പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. 4:2-3. ക്വസ്റ്റ്യൻ: ഒരു പ്രമാണി അബദ്ധവശാൽ പാപം ചെയ്ത് പിന്നീട് പാപബോധമുണ്ടായാൽ വഴിപാടായി കൊണ്ടുവരേണ്ട മൃഗം ഏത്? ഉത്തരം: ഊനമില്ലാത്ത ആൺ കോലാട്. 4:22-23 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഒരുവന് ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുവാൻ വകയില്ലെങ്കിൽ എന്തു ചെയ്യണം? ഉത്തരം: 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുവരണം. ലേവ്യ 5:7. ക്വസ്റ്റ്യൻ: പാപയാഗമായി കൊണ്ടുവരുന്ന മാവിൽ എന്ത് ഇടരുത്? ഉത്തരം: കുന്തുരുക്കം. 5:12. ക്വസ്റ്റ്യൻ: വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അകൃത്യം ചെയ്താൽ അകൃത്യയാഗമായി കൊണ്ടുവരേണ്ടത് എന്താണ്? ഉത്തരം: മോശമതിക്കുന്ന വിലയ്ക്കുള്ള ആട്ടുകൊറ്റൻ. 5:15. ക്വസ്റ്റ്യൻ: രാത്രി മുഴുവനും ഉഷസ്സുവരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. എന്തിൻ്റെ പ്രമാണമാണിത്? ഉത്തരം: ഹോമയാഗം. ലേവ്യ 6:9. ക്വസ്റ്റ്യൻ: തീ കെടാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കേണ്ട സ്ഥലം? ഉത്തരം: യാഗപീഠം. 6:13. ക്വസ്റ്റ്യൻ: ഭോജനയാഗത്തിൻ്റെ മാവിൽ എന്തു കൂട്ടി ചുടരുത്? ഉത്തരം: പുളിച്ച മാവ്. ലേവ്യ 6:17. ക്വസ്റ്റ്യൻ: ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാരും എവിടെ വെച്ചാണ് തിന്നേണ്ടത്? ഉത്തരം: സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച്. 6:16. ക്വസ്റ്റ്യൻ: ആർക്കു വേണ്ടി കഴിക്കുന്ന ഭോജനയാഗമാണ് തിന്നാതെ മുഴുവനും ദഹിപ്പിക്കേണ്ടത്? ഉത്തരം: പുരോഹിതന്. ലേവ്യ 6:23. ക്വസ്റ്റ്യൻ: പ്രായശ്ചിത്തം കഴിപ്പാൻ വേണ്ടി ഏതൊരു മൃഗത്തിൻ്റെ രക്തം സമാഗമന കൂടാരത്തിനകത്ത് കൊണ്ടുവന്നാൽ ആ മൃഗത്തെ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത്? ഉത്തരം: ചുട്ടുകളയണം, തിന്നരുത്. 6:30. ക്വസ്റ്റ്യൻ: പുരോഹിതന്മാരുടെ കുടുംബത്തിലെ പുരുഷന്മാർ ഭക്ഷിക്കുന്ന യാഗം? ഉത്തരം: അകൃത്യയാഗം. ലേവ്യ 7:5-6 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: പ്രമാണം ഒരുപോലെയുള്ള യാഗങ്ങൾ? ഉത്തരം: അകൃത്യയാഗം, പാപയാഗം. 7:7. ക്വസ്റ്റ്യൻ: പുളിച്ച മാവ് കൊണ്ടുള്ള ദോശ അർപ്പിക്കേണ്ടത് ഏത് യാഗത്തോടു കൂടെയാണ്? ഉത്തരം: സ്തോത്രമായുള്ള സമാധാനയാഗത്തോടു കൂടെ. 7:13. ക്വസ്റ്റ്യൻ: യാഗം അർപ്പിക്കുന്ന നാളിൽ തന്നെ തിന്നേണ്ട യാഗമാംസം ഏതാണ്? ഉത്തരം: സ്തോത്രമായുള്ള സമാധാനയാഗത്തിൻ്റെ മാംസം. 7:15. ക്വസ്റ്റ്യൻ: തിന്നുക മാത്രം അരുത് എന്ത്? ഉത്തരം: താനെ ചത്തതിൻ്റെ മേധസ്സും പറിച്ചു കീറിയതിൻ്റെ മേധസ്സും. 7:24. ക്വസ്റ്റ്യൻ: യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് കൽപ്പിച്ചു കൊടുത്ത യാഗങ്ങൾ ഏവ? ഉത്തരം: ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂരണയാഗം, സമാധാനയാഗം. 7:37. ക്വസ്റ്റ്യൻ: മോശ അഹരോനെ പതക്കം ധരിപ്പിച്ചപ്പോൾ അതിൽ വെച്ചതെന്തെല്ലാം? ഉത്തരം: ഊറീമും തുമ്മീമും. 8:7-8 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ:
പുരോഹിത വേഷത്തിലെ വിശുദ്ധ കിരീടത്തിൻ്റെ മറ്റൊരു പേര്? ഉത്തരം പൊൻപട്ടം. 8-9. ക്വസ്റ്റ്യൻ. അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചതാര്? ഉത്തരം മോശ. ലേവ്യ 8-10. ക്വസ്റ്റ്യൻ. മോശ യാഗപീഠത്തിന്മേൽ എത്ര പ്രാവശ്യം അഭിഷേക തൈലം തളിച്ചാണ് അത് ശുദ്ധീകരിക്കേണ്ടത്? ഉത്തരം 7. ലേവ്യ 8-11. ക്വസ്റ്റ്യൻ. ഏത് യാഗത്തിലാണ് രക്തം മോശ എടുത്ത് അഹരോൻ്റെ കാതിൽ പുരട്ടിയത്? ഉത്തരം കരപൂരണ യാഗത്തിൻ്റെ. ലേവ്യ 8-22-23 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ. കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റൻ്റെ ഓഹരി ആർക്കുള്ളതാണ്? ഉത്തരം മോശയ്ക്ക്. ലേവ്യ 8-29. ക്വസ്റ്റ്യൻ. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ശുദ്ധീകരിച്ചത് ആര്? ഉത്തരം മോശ. ലേവ്യ 8-30. ക്വസ്റ്റ്യൻ. പുരോഹിതനു വേണ്ടി എത്ര ദിവസം കരപൂരണയാഗം അർപ്പിക്കപ്പെട്ടു? ഉത്തരം 7 ദിവസം. 8-33. ക്വസ്റ്റ്യൻ. എത്ര ദിവസമാണ് അഹരോനും പുത്രന്മാരും വാതിൽ വിട്ടു പുറത്തു പോകരുതെന്ന് പറഞ്ഞത്? ഉത്തരം 7. ലേവ്യ 8-33. ക്വസ്റ്റ്യൻ. ഹോമയാഗവും പാപയാഗവും യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ച ശേഷം ജനത്തെ കൈ ഉയർത്തി അനുഗ്രഹിച്ചതാര്? ഉത്തരം അഹരോൻ. ലേവ്യ 9-22. ക്വസ്റ്റ്യൻ. സമാഗമന കൂടാരത്തിൻ്റെ പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചതാരെല്ലാം? ഉത്തരം മോശയും അഹരോനും. 9-23. ക്വസ്റ്റ്യൻ. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള എന്തെല്ലാമാണ് ദഹിപ്പിച്ചത്? ഉത്തരം ഹോമയാഗവും മേധസ്സും. 9-24. ക്വസ്റ്റ്യൻ. ഏത് പുരോഹിതൻ്റെ മക്കളെയാണ് തീ ദഹിപ്പിച്ചു കളഞ്ഞത്? ഉത്തരം അഹരോൻ്റെ. 10-1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചത് ആരെയെല്ലാം? ഉത്തരം നാദാബ്, അബീഹു. 10-2. ക്വസ്റ്റ്യൻ. യഹോവ ദഹിപ്പിച്ചവരെ വിശുദ്ധ മന്ദിരത്തിന് മുമ്പിൽ നിന്നു പുറത്തു കൊണ്ടുപോയതാരെല്ലാം? ഉത്തരം മീശായേൽ, എൽസാഫാൻ. ലേവ്യ 10-4. ക്വസ്റ്റ്യൻ. ഉസിയേലിൻ്റെ പുത്രന്മാർ? ഉത്തരം മീശായേൽ, എൽസാഫാൻ. 10-4. ക്വസ്റ്റ്യൻ. അഹരോൻ്റെ ഇളയപ്പൻ്റെ പേര്? ഉത്തരം ഉസിയേൽ. ലേവ്യ 10-4. ക്വസ്റ്റ്യൻ. പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെട്ട അഹരോൻ്റെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം എലയാസാർ, ഈതാമാർ. ലേവ്യ 10-6. ക്വസ്റ്റ്യൻ. മോശ അഹരോനോട് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ മരിക്കാതിരിപ്പാൻ എന്തു ചെയ്യരുത് എന്ന് പറഞ്ഞു? ഉത്തരം വീഞ്ഞും മദ്യവും കുടിക്കരുത്. 10-9. ക്വസ്റ്റ്യൻ. മോശ താൽപ്പര്യമായി അന്വേഷിച്ച ഒരു പാപയാഗ വസ്തു? ഉത്തരം കോലാട്. 10-16. ക്വസ്റ്റ്യൻ. എനിക്ക് ഇങ്ങനെ ഭവിച്ചുവല്ലോ, ഇന്നു ഞാൻ പാപയാഗം ഭക്ഷിച്ചു എങ്കിൽ അത് യഹോവയ്ക്ക് പ്രസാദകമായിരിക്കുമോ എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം അഹരോൻ മോശയോട്. 10-19. ക്വസ്റ്റ്യൻ. നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കേണ്ടതായിരുന്നു. ആരോടാണ് മോശ ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം എലയാസാരോടും ഈതാമാരോടും. 10-16-18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ. എങ്ങനെയുള്ള മൃഗങ്ങളെയാണ് ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷ്യയോഗ്യമായി യഹോവ കൽപ്പിച്ചത്? ഉത്തരം കുളമ്പ് പിളർന്നിരിക്കുന്നതും രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതും. ലേവ്യ 11-3. ക്വസ്റ്റ്യൻ. അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് രണ്ടായി പിളരാത്ത മൃഗങ്ങൾ ഏവ? ഉത്തരം ഒട്ടകം, കുഴിമുയൽ, മുയൽ. ലേവ്യ 11-4-6 വരെ.
ക്വസ്റ്റ്യൻ അശുദ്ധമായ ജീവികൾ മൃഗങ്ങൾ ഏവ? ഉത്തരം ഒട്ടകം, കുഴിമുയൽ, മുയൽ, പന്നി. ലേവ്യ 11 4 മുതൽ 7 വരെ. ക്വസ്റ്റ്യൻ കുളമ്പ് രണ്ടായി പിളർന്നതും അയവിറക്കാത്തതുമായ മൃഗം? ഉത്തരം പന്നി. 11 7. ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള ജലജീവികളെയാണ് തിന്നാൻ അനുവദിച്ചത്? ഉത്തരം ചിറകും ചെതുമ്പലും ഉള്ളവ. ലേവ്യ 11 9. ക്വസ്റ്റ്യൻ ജലജീവികളിൽ അറപ്പായിരിക്കുന്നവ ഏതാണ്? ഉത്തരം ചിറകും ചെതുമ്പലും ഇല്ലാത്തവ. ലേവ്യ 11 10. ക്വസ്റ്റ്യൻ ശുദ്ധിയുള്ള പക്ഷികളിൽ കിളി എന്ന് പേരുള്ള ഒരു പക്ഷി? ഉത്തരം വെട്ടുക്കിളി. ലേവ്യ 11 22. ക്വസ്റ്റ്യൻ ചിറകുള്ള ഇഴജാതിയിൽ 4 കാൽ കൊണ്ട് നടക്കുന്ന എല്ലാറ്റിലും നിലത്ത് കുതിക്കേണ്ടതിന് കാലിന്മേൽ തുട ഉള്ളവയെ നിങ്ങൾക്ക് തിന്നാം. ഇങ്ങനെയുള്ളവയ്ക്ക് 4 ഉദാഹരണങ്ങൾ. ഉത്തരം വെട്ടുകിളി, വിട്ടിൽ, ചീവീട്, തുള്ളൻ. ലേവ്യ 11 21 22 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നിലത്ത് ഇഴയുന്ന ഇഴജാതിയിൽ അശുദ്ധമായവ? ഉത്തരം പെരിച്ചാഴി, എലി, ഉടുമ്പ്, അളുങ്ക്, ഓന്ത്, പല്ലി, അരണ, തുരവൻ. 11 29 30 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ ചത്ത മൃഗത്തെ തിന്നുന്നവൻ എങ്ങനെയുള്ളവൻ? ഉത്തരം അശുദ്ധൻ. 11 39. ക്വസ്റ്റ്യൻ നിലത്ത് ഇഴയുന്ന ഇഴജാതികളെല്ലാം എങ്ങനെയുള്ളത്? ഉത്തരം അറപ്പ്. ലേവ്യ 11 41. ക്വസ്റ്റ്യൻ ആൺകുഞ്ഞിനെ പ്രസവിച്ച ഇസ്രായേൽ സ്ത്രീ എത്ര ദിവസം അശുദ്ധയായിരിക്കണം? ഉത്തരം 7 ദിവസം. ലേവ്യ 12 2. ക്വസ്റ്റ്യൻ ആൺകുട്ടിയെ പ്രസവിച്ച ഇസ്രായേൽ സ്ത്രീ എത്ര ദിവസം രക്തശുദ്ധീകരണത്തിലിരിക്കണം? ഉത്തരം 33 ദിവസം. 12 4. ക്വസ്റ്റ്യൻ പെൺകുഞ്ഞിനെ പ്രസവിച്ച ഇസ്രായേൽ സ്ത്രീ എത്ര ദിവസം അശുദ്ധയായിരിക്കണം? ഉത്തരം 2 ആഴ്ചവട്ടം. 12 5. ക്വസ്റ്റ്യൻ പെൺകുഞ്ഞിനെ പ്രസവിച്ച ഇസ്രായേൽ സ്ത്രീ എത്ര ദിവസം രക്തശുദ്ധീകരണത്തിന് ഇരിക്കണം? ഉത്തരം 66 ദിവസം. ലേവ്യ 12 5. ക്വസ്റ്റ്യൻ എത്ര തരം കഷണ്ടിയുണ്ട്? ഏതെല്ലാം? ഉത്തരം 2. പിൻകഷണ്ടി, മുൻകഷണ്ടി. ലേവ്യ 13 42. ക്വസ്റ്റ്യൻ വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം എന്തു ചെയ്യണം? ഉത്തരം കീറിക്കളയണം. ലേവ്യ 13 45. ക്വസ്റ്റ്യൻ കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ അവനെ പിന്നെ ശുദ്ധീകരിക്കുവാനായി ഉപയോഗിക്കുന്ന കാര്യങ്ങളേവ? ഉത്തരം ജീവനും ശുദ്ധിയുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ്. ലേവ്യ 14 4. ക്വസ്റ്റ്യൻ തല, താടി, പുരികം എല്ലാം വെടിപ്പാക്കേണ്ടത് ആരുടേതാണ്? ഉത്തരം കുഷ്ഠരോഗിയുടെ. ലേവ്യ 14 9. ക്വസ്റ്റ്യൻ ജീവനില്ലാത്ത വസ്തുവിൽ ഉണ്ടാകുന്ന രോഗം? ഉത്തരം കുഷ്ഠരോഗം. ലേവ്യ 14 34 മുതൽ 44 വരെ. ക്വസ്റ്റ്യൻ ഒരുവൻ്റെ വീട്ടിൽ കുഷ്ഠമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആര്? ഉത്തരം പുരോഹിതൻ. ലേവ്യ 14 39. ക്വസ്റ്റ്യൻ വീട്ടിൻ്റെ കല്ലിൽ വടു പരന്നിട്ടുണ്ടെങ്കിൽ അത് കാണാൻ എന്ത് ചെയ്യണം? ഉത്തരം കല്ല് നീക്കണം. 14 40. ക്വസ്റ്റ്യൻ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ എവിടെ വരരുത് എന്നാണ് യഹോവ കൽപ്പിച്ചത്? ഉത്തരം തിരശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ. ലേവ്യ 16 2. ക്വസ്റ്റ്യൻ
ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്നും പാപയാഗത്തിനായി 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് ആരുടെയൊക്കെ പേർക്കാണ് ചീട്ടിടുന്നത്? ഉത്തരം യഹോവയ്ക്കും അസസേലിനും. 16:8. ക്വസ്റ്റ്യൻ: യഹോവയ്ക്ക് എന്ന് ചീട്ടുവീണ യാഗവസ്തുവിനെ എന്തു ചെയ്യും? ഉത്തരം പാപയാഗമായി അർപ്പിക്കും. 16:9. ക്വസ്റ്റ്യൻ: അസസേലിന് എന്ന് ചീട്ടുവീണ കോലാട്ടുകൊറ്റനെ എന്തു ചെയ്യും? ഉത്തരം മരുഭൂമിയിലേക്ക് വിട്ടയക്കും. 16:10. ക്വസ്റ്റ്യൻ: വിട്ടയക്കപ്പെട്ട കോലാട്ടുകൊറ്റൻ എന്തു പേരിൽ ചീട്ടുവീണതാണ്? ഉത്തരം അസസേൽ. 16:10. ക്വസ്റ്റ്യൻ: അഹരോനും കുടുംബത്തിനും പാപയാഗത്തിനു വേണ്ടി എന്താണ് ഉപയോഗിച്ചത്? ഉത്തരം കാളയെ. 16:6, 11 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ധൂപത്തിൽ നിന്നും മേഘം പൊങ്ങാൻ തീയിലിടുന്നതെന്താണ്? ഉത്തരം ധൂപവർഗം. ലേവ്യ 16:13. ക്വസ്റ്റ്യൻ: കാളയുടെ രക്തം എത്ര പ്രാവശ്യം അഹരോൻ കൃപാസനത്തിന്മേൽ തളിച്ചിരുന്നു? ഉത്തരം 7 പ്രാവശ്യം. ലേവ്യ 16:14. ക്വസ്റ്റ്യൻ: അസസേലിന് എന്ന് ചീട്ടുവീണ കോലാട്ടുകൊറ്റൻ്റെ തലയിൽ ആരുടെ അകൃത്യമാണ് ചുമത്തിയത്? ഉത്തരം ഇസ്രായേൽ മക്കളുടെ. 16:21. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ജനം ആത്മതപനം ചെയ്യേണ്ടത് എപ്പോഴാണ്? ഉത്തരം 7-ാം മാസം 10-ാം തീയതി. ലേവ്യ 16:29. ക്വസ്റ്റ്യൻ: പ്രായശ്ചിത്തം കഴിപ്പാൻ അഭിഷേകം പ്രാപിച്ച പുരോഹിതൻ ധരിക്കേണ്ട വിശുദ്ധ വസ്ത്രം ഏത്? ഉത്തരം പഞ്ഞിനൂൽ വസ്ത്രം. 16:33. ക്വസ്റ്റ്യൻ: രക്തം ഭക്ഷിച്ചവനെ എന്തു ചെയ്യും? ഉത്തരം ജനത്തിൻ്റെ ഇടയിൽ നിന്നും ഛേദിച്ചു കളയും. 17:10. ക്വസ്റ്റ്യൻ: മാംസത്തിൻ്റെ ജീവൻ എവിടെയാണ്? ഉത്തരം രക്തത്തിൽ. ലേവ്യ 17:11. ക്വസ്റ്റ്യൻ: സകല ജഡത്തിനും ജീവാധാരം എന്ത്? ഉത്തരം രക്തം. 17:14. ക്വസ്റ്റ്യൻ: യഹോവ ജനത്തോട് 2 ദേശങ്ങളിലെ നടപ്പ് പോലെ നടക്കരുതെന്ന് പറഞ്ഞ ദേശങ്ങൾ? ഉത്തരം കനാൻ, മിസ്രയീം. 18:3. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾക്ക് മുമ്പുണ്ടായിരുന്നവർ ഈ മ്ലേച്ഛതകൾ ചെയ്തതിനാൽ അവരെ ദേശം എന്തു ചെയ്തു? ഉത്തരം ഛർദ്ദിച്ചു കളഞ്ഞു. ലേവ്യ 18:26-27 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: കൊയ്ത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ത്? ഉത്തരം കാല പെറുക്കരുത്. 19:9. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളുടെ മുന്തിരിത്തോട്ടത്തിൽ കാല പറിക്കുകയോ വീണുകിടക്കുന്ന പഴം പെറുക്കുകയോ അരുത് എന്ന് യഹോവ കൽപ്പിച്ചു. പിന്നെ അവ ആർക്കു വിട്ടേക്കണം? ഉത്തരം ദരിദ്രനും പരദേശിക്കും. 19:10. ക്വസ്റ്റ്യൻ: ആരെ ശപിക്കരുത്? ആരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കരുത്? ആരെ ഭയപ്പെടേണം? ഉത്തരം ചെകിടനെ, കുരുടൻ്റെ ദൈവത്തെ. 19:14. ക്വസ്റ്റ്യൻ: ആരുടെ മുഖം നോക്കരുത്? ആരുടെ മുഖം ആദരിക്കരുത്? ആർക്ക് നീതിയോടെ ന്യായം വിധിക്കണം? ഉത്തരം എളിയവൻ, വലിയവൻ, കൂട്ടുകാരൻ. ലേവ്യ 19:15. ക്വസ്റ്റ്യൻ: ജനത്തിൻ്റെ ഇടയിൽ എന്തു പറഞ്ഞു നടക്കരുത്? ഉത്തരം ഏഷണി. 19:16. ക്വസ്റ്റ്യൻ: നിന്റെ ഹൃദയത്തിൽ പോലും ദ്വേഷിക്കരുത്. ആരെ? ഉത്തരം സഹോദരനെ. 19:17. ക്വസ്റ്റ്യൻ: നിന്നെപ്പോലെ തന്നെ നീ ആരെ സ്നേഹിക്കണം? ഉത്തരം കൂട്ടുകാരൻ. 19:18. ക്വസ്റ്റ്യൻ: നിന്റെ ജനത്തിൻ്റെ മക്കളോട് ഡാഷ് വയ്ക്കരുത്. ഉത്തരം പക. 19:18. ക്വസ്റ്റ്യൻ: എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം
2 വക സാധനം കലർന്ന വസ്ത്രം. 19-19. ക്വസ്റ്റ്യൻ. വയലിൽ വിതയ്ക്കാൻ പാടില്ലാത്ത വിത്ത്. ഉത്തരം കൂട്ടുവിത്ത്. 19-19. ക്വസ്റ്റ്യൻ. ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത്, പച്ച കുത്തരുത് എന്നിങ്ങനെ കൽപ്പനകളുള്ള വേദഭാഗങ്ങൾ ഏത്? ഉത്തരം ലേവ്യ 19-26, 27, 28 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ. ഇസ്രായേൽ മക്കൾ ആരുടെ അടുക്കൽ പോകരുതെന്നും അവരെ അന്വേഷിക്കുകയും അരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും. 19-31. ക്വസ്റ്റ്യൻ. നരച്ചവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? ഉത്തരം എഴുന്നേൽക്കണം. 19-32. ക്വസ്റ്റ്യൻ. ആരുടെ മുഖത്തെയാണ് ബഹുമാനിക്കേണ്ടത്? ഉത്തരം വൃദ്ധൻ്റെ. ലേവ്യ 19-32. ക്വസ്റ്റ്യൻ. പരദേശി നിന്നോടുകൂടെ നിങ്ങളുടെ ദേശത്ത് പാർത്താൽ നിങ്ങൾ അവനെ എന്ത് ചെയ്യരുത്? ഉത്തരം ഉപദ്രവിക്കരുത്. 19-33. ക്വസ്റ്റ്യൻ. അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ആരെ? ഉത്തരം പരദേശിയെ. 19-33-34 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ. ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? ഉത്തരം അന്യായം. 19-35. ക്വസ്റ്റ്യൻ. ഒത്ത 4 കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾക്കുണ്ടായിരിക്കണമെന്ന് യഹോവ കൽപ്പിച്ചു. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഉത്തരം ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും. 19-36. ക്വസ്റ്റ്യൻ. ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തൻ്റെ സന്തതിയിൽ ഒന്നിനെ മോലേക്കിന് കൊടുത്താൽ അവനെ എന്ത് ചെയ്യണം? ഉത്തരം കല്ലെറിയണം. 20-2. ക്വസ്റ്റ്യൻ. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പിൻ. വേദഭാഗം ഏത്? 20-7. ക്വസ്റ്റ്യൻ. അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവനുള്ള ശിക്ഷ എന്ത്? ഉത്തരം മരണശിക്ഷ. 20-9. ക്വസ്റ്റ്യൻ. ദൈവം നമ്മെ ജാതികളിൽ നിന്ന് വേർതിരിച്ചത് എന്തിന്? ഉത്തരം തനിക്കുള്ളവരായിരിക്കേണ്ടതിന്. ലേവ്യ 20-26. ക്വസ്റ്റ്യൻ. ഇസ്രായേലിൽ ഒരു മന്ത്രവാദിയോ വെളിച്ചപ്പാട് സ്ത്രീയോ പുരുഷനോ ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം? ഉത്തരം കല്ലെറിഞ്ഞു കൊല്ലണം. 20-27. ക്വസ്റ്റ്യൻ. ഒരു പുരോഹിതൻ ആരെയൊക്കെ വിവാഹം കഴിക്കരുത്? ഉത്തരം വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരത്തി, വേശ്യ. 21-13-14 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ. ദൈവത്തിൻ്റെ ഭോജനയാഗം അർപ്പിക്കാൻ പാടില്ലാത്ത പുരോഹിതൻ? ഉത്തരം അംഗഹീനൻ. 21-21. ക്വസ്റ്റ്യൻ. എന്തൊക്കെ അസുഖങ്ങളുള്ളവയെയാണ് യഹോവയുടെ യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കുവാൻ പാടില്ലാത്തത്? ഉത്തരം കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി. 22-22. ക്വസ്റ്റ്യൻ. അവയവങ്ങളിൽ എന്തെങ്കിലും പോരായ്മയുള്ള മൃഗത്തെ സ്വമേധാദാനമായി അർപ്പിക്കാമെങ്കിലും എന്തായി അർപ്പിക്കരുത്? ഉത്തരം നേർച്ച. 22-23. ക്വസ്റ്റ്യൻ. ദൈവത്തിന് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കേണ്ട യാഗം? ഉത്തരം സ്തോത്രയാഗം. 22-29. ക്വസ്റ്റ്യൻ. വിശുദ്ധ സഭായോഗം കൂടേണ്ട ദിവസം ഏത്? ഉത്തരം 7-ാം ദിവസം. 23-3. ക്വസ്റ്റ്യൻ. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം എന്ത് ചെയ്യണം? ഉത്തരം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്ന് ഒരു വേലയും ചെയ്യരുത്. 23-3. ക്വസ്റ്റ്യൻ. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് കൊണ്ടാടുന്ന പെരുന്നാൾ? ഉത്തരം യഹോവയുടെ പെസഹ. 23-5. ക്വസ്റ്റ്യൻ. 1-ാം മാസം 15-ാം തീയതി ആചരിക്കുന്ന ഉത്സവം ഏത്?
ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 23/6. ക്വസ്റ്റ്യൻ: പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ എത്ര ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം? ഉത്തരം 7. 23/8. ക്വസ്റ്റ്യൻ: വിളവെടുക്കുമ്പോൾ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ എവിടെ കൊണ്ടുവരണം? ഉത്തരം പുരോഹിതൻ്റെ അടുക്കൽ. 23/10. ക്വസ്റ്റ്യൻ: 7 ശബത്ത് തികയുമ്പോൾ എത്ര ദിവസമാകും? ഉത്തരം 49 ദിവസം. 23/15. ക്വസ്റ്റ്യൻ: കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം യഹോവയ്ക്ക് ഹോമയാഗമായി എത്ര വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയെയാണ് അർപ്പിക്കേണ്ടത്? ഉത്തരം 1 വയസ്സ്. 23/12. ക്വസ്റ്റ്യൻ: ഭോജനയാഗവും പാനീയയാഗവും എന്തായിരിക്കണം? ഉത്തരം ഭോജനയാഗം എണ്ണ ചേർത്ത 2 ഇടങ്ങഴി നേരിയ മാവും പാനീയയാഗം 1 നാഴി വീഞ്ഞും. 23/14. ക്വസ്റ്റ്യൻ: ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ വിളവെടുപ്പിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് തിന്നരുതാത്തത്? ഉത്തരം അപ്പം, മലർ, കതിർ. 23/14. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ 7-ാം മാസം 1-ാം തീയതി ആചരിക്കുന്ന ഉത്സവം ഏത്? ഉത്തരം കാഹളധ്വനിയുടെ ജ്ഞാപകം. ലേവ്യ 23/24. ക്വസ്റ്റ്യൻ: ഇസ്രായേലിൻ്റെ 5-ാമത്തെ പെരുന്നാൾ? ഉത്തരം കാഹളധ്വനി പെരുന്നാൾ. 23/24. ക്വസ്റ്റ്യൻ: എന്നാണ് പാപപരിഹാര ദിവസം? ഉത്തരം 7-ാം മാസം 10-ാം തീയതി. 23/26-27 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ജനത്തിൻ്റെ 6-ാമത്തെ ഉത്സവം? ഉത്തരം പാപപരിഹാര പെരുന്നാൾ. 23/27. ക്വസ്റ്റ്യൻ: അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം. എപ്പോൾ? ഉത്തരം ശബത്തിൽ. 23/32. ക്വസ്റ്റ്യൻ: എത്ര ദിവസമാണ് കൂടാരപ്പെരുന്നാൾ ആചരിക്കുന്നത്? ഉത്തരം 7 ദിവസം. 23/34. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ കൂടാരപ്പെരുന്നാൾ ആചരിക്കുന്നത് എപ്പോൾ എന്നുവരെ? ഉത്തരം 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം. 23/34. ക്വസ്റ്റ്യൻ: ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം എത്രാം ദിവസമാണ് യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കേണ്ടത്? ഉത്തരം 7-ാം മാസം 15-ാം തീയതി. 23/39. ക്വസ്റ്റ്യൻ: ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം ആചരിക്കുന്ന ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം എന്തെല്ലാം എടുത്തുകൊണ്ട് വന്നാണ് ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കേണ്ടത്? ഉത്തരം വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും. 23/40. ക്വസ്റ്റ്യൻ: ലേവ്യ പുസ്തകത്തിൽ പറയപ്പെട്ടിട്ടുള്ള വൃക്ഷങ്ങൾ? ഉത്തരം ഈന്തപ്പന, ആറ്റലരി, ദേവദാരു. 23/40, 14/51. ക്വസ്റ്റ്യൻ: മിസ്രയീം ദേശത്ത് നിന്ന് വന്നപ്പോൾ കൂടാരങ്ങളിൽ പാർത്തതിൻ്റെ ഓർമ്മയ്ക്കായി വർഷത്തിൽ എത്ര ദിവസം ജനം കൂടാരങ്ങളിൽ പാർക്കണം? ഉത്തരം 7 ദിവസം. 23/42-43. ക്വസ്റ്റ്യൻ: യഹൂദന്മാരുടെ ഉത്സവങ്ങൾ ആകെ എത്ര ഏതെല്ലാം? ഉത്തരം 7. 1 പെസഹ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 3 ആദ്യഫല പെരുന്നാൾ, 4 വാരോത്സവം അഥവാ പെന്തക്കോസ്ത് പെരുന്നാൾ, 5 കാഹളധ്വനിയുടെ പെരുന്നാൾ, 6 മഹാപാപ പരിഹാര ദിവസം, 7 കൂടാരപ്പെരുന്നാൾ. ക്വസ്റ്റ്യൻ: ദീപങ്ങൾ എത്ര ദിവസം കത്തിക്കൊണ്ടിരിക്കണം? ഉത്തരം നിത്യം. ലേവ്യ 24/2. ക്വസ്റ്റ്യൻ: ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഏത് തരം എണ്ണയാണ് കൊണ്ടുവരേണ്ടത്? ഉത്തരം ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. 24/2. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ കത്തിക്കൊണ്ടിരിക്കേണ്ടുന്ന ദീപങ്ങൾ എവിടെ ഒരുക്കി വയ്ക്കണം? ഉത്തരം
തങ്ക നിലവിളക്കിന്മേൽ. 24-4. ക്വസ്റ്റ്യൻ. യഹോവയുടെ സന്നിധിയിൽ മേശമേൽ 2 അടുക്കായിട്ട് വെക്കേണ്ടുന്നത് എന്ത്? ഉത്തരം 12 ദോശ. 24-5-6 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ. ഒരടുക്കിൽ എത്ര ദോശ ഉണ്ടായിരിക്കണം? ഉത്തരം 6 ദോശ. 24-5-6. ക്വസ്റ്റ്യൻ. മേശമേൽ വെക്കേണ്ട ദോശ ഉണ്ടാക്കുമ്പോൾ ഓരോ ദോശയ്ക്കും എത്ര മാവ് എടുക്കണം? ഉത്തരം 2 ഇടങ്ങഴി. 24-5. ക്വസ്റ്റ്യൻ. അപ്പത്തിൻ്റെ മുകളിൽ എന്താണ് വെച്ചിരിക്കുന്നത്? ഉത്തരം നിർമ്മലമായ കുന്തുരുക്കം. 24-7. ക്വസ്റ്റ്യൻ. അത് അപ്പത്തിന്മേൽ നിവേദ്യമായി യഹോവയ്ക്ക് ദഹനയാഗം ആയിരിക്കണം. ഏത്? ഉത്തരം നിർമ്മലമായ കുന്തുരുക്കം. 24-7. ക്വസ്റ്റ്യൻ. അപ്പം മേശപ്പുറത്ത് വെക്കേണ്ടത് എന്നാണ്? ഉത്തരം ശബത്ത് തോറും. 24-8. ക്വസ്റ്റ്യൻ. യഹോവയുടെ ദഹനയാഗമാകുന്ന ദോശ ആര് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ? ഉത്തരം അഹരോനും പുത്രന്മാരും. 24-9. ക്വസ്റ്റ്യൻ. മോശയുടെ കാലത്ത് തിരുനാമത്തെ ദുഷിച്ച് ശപിച്ച ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞു കൊന്നു. അയാളുടെ അമ്മയുടെ പേരെന്ത്? ഉത്തരം ഷെലോമീത്ത്. 24-10, 11, 23 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ. ദൈവാലോചന ലഭിക്കും വരെ കാരാഗൃഹത്തിൽ ഇട്ടത് ആരെ? ഉത്തരം ഷെലോമീത്തിൻ്റെ മകനെ. 24-10 മുതൽ 12 വരെ. ക്വസ്റ്റ്യൻ. ദാൻ ഗോത്രത്തിൽ ദിബ്രിയുടെ മകളുടെ പേരൻ? ഉത്തരം ഷെലോമീത്ത്. 24-11. ക്വസ്റ്റ്യൻ. യഹോവയുടെ നാമം ദുഷിച്ച് ശപിച്ചതാരാണ്? ഉത്തരം ഷെലോമീത്തിൻ്റെ മകൻ. 24-11. ക്വസ്റ്റ്യൻ. തിരുനാമത്തെ ദുഷിക്കുന്നവനുള്ള പ്രതിഫലം എന്ത്? ഉത്തരം മരണശിക്ഷ. 24-16. ക്വസ്റ്റ്യൻ. ഒടിവിന് പകരം ഒടിവ്, കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല്. ഈ പ്രയോഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം? ഉത്തരം ലേവ്യ 24-20. ക്വസ്റ്റ്യൻ. 6 സംവത്സരം മുന്തിരിത്തോട്ടം എന്തു മുറിച്ചാണ് അനുഭവം എടുക്കേണ്ടത്? ഉത്തരം വള്ളിത്തല. ലേവ്യ 25-3. ക്വസ്റ്റ്യൻ. 50-ാം സംവത്സരം സകല നിവാസികൾക്കും എന്തായിരിക്കണം? ഉത്തരം സ്വാതന്ത്ര്യം. 25-10. ക്വസ്റ്റ്യൻ. 50-ാം സംവത്സരത്തിൻ്റെ പേരെന്ത്? ഉത്തരം യോബേൽ സംവത്സരം. 25-11. ക്വസ്റ്റ്യൻ. ഏത് സംവത്സരത്തിലാണ് ഓരോരുത്തൻ താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടത്? ഉത്തരം യോബേൽ സംവത്സരത്തിൽ. 25-13. ക്വസ്റ്റ്യൻ. ദേശത്ത് നിർഭയം വസിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഉത്തരം യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. 25-18. ക്വസ്റ്റ്യൻ. 6-ാം സംവത്സരത്തിൽ യഹോവ ജനത്തിന് എത്ര വർഷത്തേക്കുള്ള അനുഗ്രഹം നൽകും? ഉത്തരം 3. 25-21. ക്വസ്റ്റ്യൻ. ജന്മം വിൽക്കാൻ പാടില്ലാത്തത്? ഉത്തരം നിലം. 25-22. ക്വസ്റ്റ്യൻ. ഒരുവൻ മതിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റാൽ വിറ്റ ശേഷം അത് വീണ്ടുകൊണ്ടുപോകാനുള്ള അവധി എത്ര? ഉത്തരം 1 സംവത്സരം. 25-29. ക്വസ്റ്റ്യൻ. ശാശ്വത അവകാശം ആർക്കാണ് കൊടുത്തത്? ഉത്തരം ലേവ്യർക്ക്. 25-34. ക്വസ്റ്റ്യൻ. നിന്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത് എന്ന് പറയുന്ന വേദഭാഗം ഏത്? ഉത്തരം 25-37. ക്വസ്റ്റ്യൻ. കൂലിക്കാരൻ എന്ന പോലെയും വന്നു പാർക്കുന്നവൻ എന്ന പോലെയും യോബേൽ സംവത്സരം വരെ സേവിക്കേണ്ടതാര്? ഉത്തരം ദരിദ്രനായിത്തീർന്ന സഹോദരൻ. 25-40. ക്വസ്റ്റ്യൻ. എന്തു കല്ലുകളാണ് നമസ്കരിക്കാൻ ദേശത്ത് നാട്ടരുതെന്ന് പറഞ്ഞത്? ഉത്തരം രൂപം കൊത്തിയ. 26-1.
ക്വസ്റ്റ്യൻ: എപ്പോഴാണ് ജനത്തിൻ്റെ നടുവിൽ നടക്കുമെന്ന് ദൈവം പറഞ്ഞത്? ഉത്തരം: യഹോവയുടെ ചട്ടം ആചരിച്ച് കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ. 26-3. ക്വസ്റ്റ്യൻ: നമ്മുടെ എന്ത് ഒടിച്ചാണ് നമ്മെ നിവർന്നു നടക്കുമാറാക്കിയിരിക്കുന്നത്? ഉത്തരം: നുകക്കൈകളെ. 26-13. ക്വസ്റ്റ്യൻ: കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാത്തവരുടെ മേൽ യഹോവ വരുത്തുന്ന രോഗങ്ങൾ ഏവ? ഉത്തരം: കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം. 26-16. ക്വസ്റ്റ്യൻ: ശാപഗ്രസ്തരായിട്ടും യഹോവയുടെ വാക്ക് കേൾക്കാതിരുന്നാൽ പാപങ്ങൾ നിമിത്തം യഹോവ എത്ര മടങ്ങ് ശിക്ഷിക്കും? ആകാശത്തെയും ഭൂമിയെയും എന്തുപോലെയാക്കും? ഉത്തരം: 7 മടങ്ങ് ശിക്ഷിക്കും. ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയും ആക്കും. ക്വസ്റ്റ്യൻ: അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. ഏവ? ഉത്തരം: കാട്ടുമൃഗങ്ങൾ. 26-22. ക്വസ്റ്റ്യൻ: യഹോവയുടെ നിയമത്തിൻ്റെ എന്ത് നടത്തുന്ന വാളാണ് വരുത്തുന്നത്? ഉത്തരം: പ്രതികാരം. 26-25. ക്വസ്റ്റ്യൻ: യഹോവ അപ്പമെന്ന കോൽ ഒടിച്ചിരിക്കുമ്പോൾ എത്ര സ്ത്രീകളാണ് ഒരടുപ്പിൽ അപ്പം ചുട്ടു തിരികെ തൂക്കിത്തരുന്നത്? ഉത്തരം: 10 സ്ത്രീകൾ. 26-26. ക്വസ്റ്റ്യൻ: യഹോവ ഭീരുത്വം വരുത്തിയാൽ എന്ത് ശബ്ദം കേട്ടിട്ടാണ് ശത്രുക്കളുടെ ദേശത്ത് വെച്ച് ഇസ്രായേൽ മക്കൾ ഓടുന്നത്? ഉത്തരം: ഇല പറക്കുന്ന ശബ്ദം കേട്ടിട്ട്. 26-36. ക്വസ്റ്റ്യൻ: നേർച്ച നിവർത്തിക്കുമ്പോൾ ഇസ്രായേൽ മക്കളിൽ 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരുടെ മതിപ്പുവില എന്ത്? ഉത്തരം: ആണിന് 50 ശേക്കൽ വെള്ളി, പെണ്ണിന് 30 ശേക്കൽ വെള്ളി. 27-3-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: നേർച്ച നിവർത്തിക്കുമ്പോൾ ഇസ്രായേൽ മക്കളിൽ 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളവരുടെ മതിപ്പുവില എന്ത്? ഉത്തരം: ആണിന് 20 ശേക്കൽ വെള്ളി, പെണ്ണിന് 10 ശേക്കൽ വെള്ളി. 27-5. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളിൽ 1 മാസം മുതൽ 5 വയസ്സ് വരെയുള്ളവരുടെ മതിപ്പുവില എന്ത്? ഉത്തരം: ആണിന് 5 ശേക്കൽ വെള്ളി, പെണ്ണിന് 3 ശേക്കൽ വെള്ളി. 27-6. ക്വസ്റ്റ്യൻ: 60 വയസ്സ് മുതൽ മേലോട്ടുള്ള ആണിൻ്റെയും പെണ്ണിൻ്റെയും മതിപ്പുവിലകൾ എത്ര? ഉത്തരം: ആണിന് 15 ശേക്കലും പെണ്ണിന് 10 ശേക്കലും വെള്ളി. 27-7. ക്വസ്റ്റ്യൻ: ഒരുത്തൻ തൻ്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ 1 ഹോമർ യവം വിതയ്ക്കുന്ന നിലത്തിൻ്റെ മതിപ്പ് എത്ര? ഉത്തരം: 50 ശേക്കൽ വെള്ളി. 27-16. ക്വസ്റ്റ്യൻ: ശപഥാർപ്പിതം ഒക്കെയും യഹോവയ്ക്ക് എന്താകുന്നു? ഉത്തരം: അതിവിശുദ്ധം. 27-28. ക്വസ്റ്റ്യൻ: നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശം ഒക്കെയും ആർക്കുള്ളത് ആകുന്നു? ഉത്തരം: യഹോവയ്ക്കുള്ളത്. 27-30. ക്വസ്റ്റ്യൻ: ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം എന്ത്? ഉത്തരം: അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. 27-31. ക്വസ്റ്റ്യൻ: മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും എത്ര യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം? ഉത്തരം: 10/1. 27-31. ക്വസ്റ്റ്യൻ: ഈ പുസ്തകത്തിലെ പ്രധാന വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം: മോശ, അഹരോൻ, നാദാബ്, അബീഹു, എലയാസർ, ഈതാമാർ. ക്വസ്റ്റ്യൻ: കൽപ്പനയിൽ അവസാനിക്കുന്ന പുസ്തകം? ഉത്തരം: ലേവ്യാപുസ്തകം. 27-34. ക്വസ്റ്റ്യൻ: ലേവ്യാപുസ്തകത്തിലെ ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? ഉത്തരം: ചെറിയ അധ്യായം 12, 8 വാക്യങ്ങൾ. വലിയ അധ്യായം 13, 59 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.